അമേരിക്കയുമായി ഖത്തറിൽ വെച്ച് ചർച്ചയില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി വിശദീകരിച്ചു. ചർച്ചാ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇറാന്റെ പ്രതിനിധികൾ ഖത്തറിലേക്ക് പോകുന്നത് എന്നുള്ളതും ചർച്ചയ്ക്ക് ഇറാന് വലിയ താല്പര്യമുണ്ട്, അതിനുള്ള അവസരങ്ങളാണ് താൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അഭിപ്രായത്തെ പ്രതികരിച്ചുകൊണ്ടാണ് ബഗായിയുടെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നത്. തങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി താല്പര്യമില്ലെന്നും ആ ആവശ്യത്തിന് വേണ്ടി തങ്ങൾ ഖത്തറിലേക്ക് പോകുന്നില്ല എന്നുള്ള നിലപാട് മുൻപ് പറഞ്ഞതിൻ്റെ ആവർത്തനം താൻ ഒരിക്കൽ കൂടി പറയുകയാണ് എന്ന തരത്തിലാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നുണബോംബാണ് പൊട്ടിച്ചത് എന്ന് ഒന്നുകൂടി ക്ലിയറായി. പറഞ്ഞ കാര്യം ഇങ്ങനെ ആയിരുന്നു: ഇറാന് വലിയ രീതിയിൽ സമാധാന ചർച്ചയ്ക്ക് തങ്ങളുമായിട്ട് താല്പര്യമുണ്ട്, അതിൽ അവസരം ഒരുക്കുന്നു, തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും തൻ്റെ മരുമകനെ അടക്കം ഖത്തറിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു, അയച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇറാൻ്റെ ഒരു സംഘം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും എന്നൊക്കെയാണ് മൂപ്പർ പറഞ്ഞു വെച്ചത്. എന്നാൽ അത്തരം ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും അങ്ങനെ തങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതും, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പ്രതിഫലനമാണ് കിട്ടേണ്ടത്, ആ കാര്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങേണ്ടത് എന്നുള്ള മറുപടിയാണ് ഇവർ തന്നത്. അതിന് എന്തിനാണ് ഇറാൻ ഖത്തറിലേക്ക് പോകുന്നത് എന്നതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പ് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മരവിപ്പിച്ച ഫണ്ട് തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഖത്തറിലേക്ക് പോകുന്നത്. ഒരു നയതന്ത്ര കൂടിക്കാഴ്ച തങ്ങളും ഖത്തറും തമ്മിലുണ്ടാകും, അമേരിക്കയും തമ്മിലല്ല. ഓരോരോ കാര്യം അദ്ദേഹം ബഗായി കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അതിൽ മരവിപ്പിച്ച ഫണ്ട് വിതരണം ചെയ്യാനുള്ള താമസവുമായിട്ട് ബന്ധപ്പെട്ടും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക തങ്ങളുടെ ലക്ഷ്യമാണ്. പ്രാദേശിക സംഘർഷാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യവും ചർച്ച ചെയ്യും. പരോക്ഷ സന്ദേശ കൈമാറ്റങ്ങൾ പരസ്പരം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഉണ്ടാകും. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇറാനും ഖത്തറും തമ്മിൽ നടക്കുന്നതാണ് എന്ന് ചുരുക്കം. മുൻപ് ഒപ്പുവെച്ച ധാരണാപത്രം MOU നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചർച്ച ചെയ്യുകയും അതിന് കാലതാമസം വരികയാണെങ്കിൽ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് തങ്ങൾ അത് ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മരവിപ്പിച്ച $6 ബില്യൺ വിട്ടുകിട്ടുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അത് ഇറാന്റെ പണമാണ്. ആരും അമേരിക്ക ഔദാര്യം തരുന്നതോ അല്ലെങ്കിൽ ഖത്തറിലാണ് എന്നതുകൊണ്ട് ഖത്തറിന്റെ വകയുള്ളതോ അല്ല. തങ്ങൾ പെട്രോളിയം വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള തങ്ങളുടെ പണമാണ് പിടിച്ചു വെക്കപ്പെട്ടത്. അത് തിരിച്ചു തരൽ നിർബന്ധമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. $6 ബില്യൺ ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ അതിൽ സംസാരിക്കുള്ളൂ. $12 ബില്യൺ അങ്ങനെ ഒരു സംഖ്യ ഇല്ല എന്നാണ് അനുമാനം. അതേക്കുറിച്ച് വിവരങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇസ്മായിൽ ബഗായിയോടൊപ്പമാണ് ഈ വിഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സന്ദർശിക്കുന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. സാധ്യതകൾ എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഒരു പ്രസ്താവന വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എണ്ണ കയറ്റുമതിക്ക് ഉള്ള അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തും. അതായത് ഇറാന് ഈ കരാർ വ്യവസ്ഥ പ്രകാരം, ധാരണ വ്യവസ്ഥ പ്രകാരം ഇറാന്റെ പെട്രോളിയം മറ്റു ലോക രാജ്യങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക നീക്കുകയും അങ്ങനെ വിൽപ്പന നടത്താനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ പണം എന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊറിയക്ക് എണ്ണ വിറ്റ പണമാണ്. ഇറാനിൽ ഉണ്ടായിരുന്ന ഉപരോധം കാരണം പിന്നീട് ആ പണം തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൊറിയക്ക് സാധിച്ചിട്ടില്ല. 2023 അമേരിക്കയും ഇറാനും തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഖത്തറായിരുന്നു മധ്യസ്ഥത വഹിച്ചത്. ഈ കൊറിയയിൽ കുടുങ്ങിക്കിടക്കുന്ന $6 ബില്യൺ കൊറിയയിൽ നിന്ന് ഖത്തറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അമേരിക്ക അനുമതി നൽകി. ഡയറക്റ്റ് ത്രൂ കൊടുക്കാനല്ല, ഖത്തറിലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതിയാണ് അന്ന് അമേരിക്ക നൽകിയത്. പക്ഷേ അതിനൊരു കരാർ വ്യവസ്ഥ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയിൽ പറയുന്നത് മിസൈൽ ആവശ്യത്തിനോ സൈനിക ആവശ്യത്തിനോ അത്തരമുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അത് വലിയൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം, മരുന്ന്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുകയും ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഖത്തറും അമേരിക്കയും ഇതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. അപ്പം ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇറാൻ്റെ പണമാണ്. ഇറാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്തിനാണ് അമേരിക്കയുടെ അനുവാദം എന്നൊക്കെ നമുക്ക് എനിക്കിനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ അതെല്ലാം പരിധി കഴിഞ്ഞ സമയത്താണ് കാര്യത്തിൻ്റെ രീതികൾ മറ്റ് വിചാരിക്കുന്ന തരത്തിലല്ല എന്ന് മനസ്സിലാകുന്നത്. അതിലുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ
ഡോളറിലാണ് വിനിമയം നടക്കുന്നത്. അഥവാ ആദ്യം ദക്ഷിണ കൊറിയ വോൺ എന്ന് പറയുന്ന അവരുടെ കറൻസിയിലാണ് ഖത്തറിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തത്, നിക്ഷേപിച്ചത് എന്നുള്ളതാണ്. അത് നിക്ഷേപിക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് അന്താരാഷ്ട്ര കറൻസി ആയിട്ട് ഡോളർ അതല്ലെങ്കിൽ യുവാൻ പോലെയുള്ള അന്താരാഷ്ട്ര കറൻസിയിലേക്ക് മാറും. അത് ഈ ഡോളറിലേക്കാണ് അത് വിനിമയം മാറിയത്. ഇറാനിലുള്ളത് ദിനാറാണ്, ഖത്തറിലുള്ളത് റിയാലാണ്. എന്നാൽ പണം ഉള്ളത് ഏതിലാണ്? ഡോളറിലാണ്. അപ്പോൾ ഇവിടെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഇറാനുമായിട്ടുള്ള ഒരു വിഷയത്തിൽ അമേരിക്കയുടെ ഒരു നിലപാടുണ്ട്. തങ്ങളുടെ കറൻസി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉപരോധവുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ കറൻസി ഇറാന്റെ കൈവശത്തിലുണ്ടെങ്കിൽ അത് ആരും വാങ്ങാനും പാടില്ല, കറൻസി ആയിട്ട് അമേരിക്കയുടെ ഡോളർ അവർക്ക് കൊടുക്കാനും പാടില്ല. അപ്പോൾ ഈ വിനിമയ പരിപാടികൾ നടക്കില്ല. കാരണം ഇത് ചെറിയ സംഖ്യ അല്ലല്ലോ. $6 ബില്യൺ എന്ന് പറഞ്ഞാൽ വലിയ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ അതിന് മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഈ പണം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾക്ക് വിനിമയം നടത്തണമെങ്കിൽ അനുമതി വേണം. ആരുടെ? അമേരിക്കയുടെ. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? ഈ പണം ഖത്തറിൽ ഡെപ്പോസിറ്റായി, ഖത്തറിൽ ബാങ്കിൽ അതുണ്ട്. 2023 പിന്നീട് ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിച്ചതോടുകൂടി അതിൽ ഇറാൻ കക്ഷിയാണ് എന്ന് ആദ്യം തന്നെ അമേരിക്ക പറഞ്ഞതാണ്. അതോടുകൂടി എന്ത് ചെയ്തു? ഖത്തറിനോട് അമേരിക്ക പറയുന്നു, നമ്മൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന പണം അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലുള്ള ഇറാന്റെ പണം അത് ഇപ്പം നൽകാൻ വേണ്ടി പാടില്ല. യഥാർത്ഥത്തിൽ ആ പണം അമേരിക്ക ഉപയോഗിക്കാൻ പറ്റില്ല, ഖത്തറിന് ഉപയോഗിക്കാൻ പറ്റില്ല, നൽകിയിട്ടില്ലെങ്കിൽ ഇറാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ മരവിച്ച് കിടക്കുകയാണ്. അമേരിക്കയുടെ നിലപാടിന് വിരുദ്ധമായ രീതിയിൽ ഈ പണം എടുത്തിട്ട് ഇറാന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു അന്താരാഷ്ട്ര കരാറായതുകൊണ്ട് കരാർ ലംഘിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. അതൊരിക്കലും അവർ ചെയ്യില്ല. അപ്പം അങ്ങനെ ആ പണം അവിടെ നിന്നു. 2023 യുദ്ധം, 2024 യുദ്ധം, 25 ഇപ്പം നമ്മൾ 26 ഇപ്പോഴാണ് പിന്നീട് നേരിട്ട് കൊണ്ട് അമേരിക്കയും ഇറാനും യുദ്ധം നടത്തിയതോട് കൂടിയിട്ടാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നത്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പണം നൽകില്ല, പണത്തിന് പകരം എന്ത് ചെയ്യും? വസ്തുക്കൾ നൽകും. ആ വസ്തുക്കൾ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ, മരുന്നാണെങ്കിൽ അങ്ങനെ, കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ അങ്ങനെ, ഇലക്ട്രിക് ഡിവൈസ് പോലെ അഥവാ അവരുടെ ആയുധ നിർമ്മാണത്തിനും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കും ഈ പണം ഒഴുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പണം റിലീസാക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഖത്തറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ പണം റിയാലാക്കിയിട്ടോ ഡോളറാക്കിയിട്ടോ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഒരു സ്ഥിതി നിലവിലുണ്ട്. പക്ഷേ മറ്റൊരു പ്രാദേശിക റിപ്പോർട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വലിയ യുദ്ധതന്ത്രജ്ഞരാണ് ഇറാനികൾ. ആ തന്ത്രം കൊണ്ടാണ് അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത്, അല്ലാതെ സൈനിക ബലം കൊണ്ടൊന്നുമല്ല. ആ തന്ത്രത്തിൻ്റെ ഭാഗമായി ഇറാഖിൽ നിന്ന് വേറെ പണം ഇറാന് ലഭിക്കാനുണ്ട്. ഇറാഖിൽ നിന്നല്ല, ഖത്തറിൽ നിന്ന് വേറെ പണം ഇറാന് ലഭിക്കാനുണ്ട്. അത് ഇവർ തമ്മിലുള്ള ഒരു കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഖത്തറിനെ ആക്രമിക്കരുത് എന്ന തരത്തിലൊക്കെ. ഭീമമായിരിക്കുന്ന സംഖ്യയാണ് നൽകിയത്. അതിൽ 1ാം ഘട്ടം 2ാം ഘട്ടം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. 4-5 ഘട്ടത്തിലായിട്ടാണ് ആ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ പണം വാങ്ങാനും വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും അത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കൈക്കൂലി പോലെയാണ്. അതൊരിക്കലും പബ്ലിക്കായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എത്തിയില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ചു കൊണ്ട് ഇറാൻ പറയുന്ന കാര്യം, തങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ചക്കല്ല പോകുന്നത്, ഞങ്ങൾക്ക് വേറെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഉദ്ദേശ കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിലാവുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ബാക്കി എല്ലാ കാര്യങ്ങളും, നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, ഇത് ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന് ലഭിക്കാനുള്ള പണം കിട്ടാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് താമസം വന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തൊക്കെ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇറാന് വിൽപ്പന നടത്താൻ വേണ്ടി നൽകാനുള്ള $6 ബില്യൺ നല്ലൊരു അല്ലെങ്കിൽ സിംഹഭാഗം ഉപയോഗിക്കാനുള്ള തന്ത്രം കൂടി അമേരിക്ക ഈ കൂട്ടത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇറാൻ പരിഗണിച്ചിട്ടില്ലെങ്കിൽ, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പണം ലഭ്യമാകാൻ താമസം എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തലം സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യും. അഥവാ ഇപ്പോൾ പറയുന്ന കാര്യം വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് വരുന്ന ഭക്ഷണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരി ഉൽപ്പന്നങ്ങളാണ്.
അപ്പോൾ പിന്നെ അത് കേടുവരില്ല, സ്വാഭാവികമാണ്. ഗോതമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിലേക്കൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു മുൻപ് കാലത്തൊക്കെ. ഇപ്പോഴും പല ഇറക്കുമതികളും ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകുന്നു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മരുന്ന്, കാർഷിക വസ്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഇറാൻ കൈമാറ്റം ചെയ്യുന്നു. ഒരുപക്ഷെ ഖത്തർ വഴിയായിരിക്കും കൈമാറ്റം ചെയ്യുന്ന സമയത്ത് വിഹിതമായിരിക്കുന്ന അതിൻ്റെ പണം ഈ പറയപ്പെട്ട $6 ബില്യൺ നിന്ന് അമേരിക്ക എടുക്കുന്നു. അങ്ങനെ ആ സമയത്ത് രണ്ട് രീതിയിൽ അവർക്ക് അതിൻ്റെ ലാഭം കണക്കാക്കുന്നു. ഒന്ന്, അവരുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, ഏജന്റ് പോലും ഇല്ലാത്ത രീതിയിൽ, കമ്മീഷൻ പോലും ആവശ്യമില്ല. രണ്ടാമത്തത്, വിൽപ്പന നടത്തുക മാത്രമാണോ, ആ വിൽപ്പനക്കുള്ള വില നിശ്ചയിക്കേണ്ടത് അമേരിക്കയാണ്. അപ്പോൾ അതിനുള്ള ലാഭവിഹിതം അമേരിക്കക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കമ്പനിയാണ് നിർമ്മിക്കുന്നതെങ്കിൽ ആ കമ്പനി ഡയറക്റ്റ് ത്രൂ ഇറാന് നൽകുകയല്ല ചെയ്യുന്നത്, പകരം കമ്പനിയിൽ നിന്ന് ഗവൺമെൻറ് വിലക്ക് വാങ്ങിയിട്ട് ഗവൺമെൻറ് വിൽപ്പന നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ആർക്ക് പോകും? ഗവൺമെൻറ് കൈവശത്തിലേക്ക് എത്തും. ഈ ഒരു തന്ത്രങ്ങൾ ഇതിൽ പയറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രതിനിധികൾ ഖത്തറിൽ എത്തിയത് ഏത് ആവശ്യത്തിനാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം പറയാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നുമില്ല. ഏതായിരുന്നാലും യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ അമേരിക്കക്ക് മുഴുവനായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു. സർവ്വ മേഖലയിലും അവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ, സൈനിക മേധാവികൾ ആണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ അങ്ങനെ, ഭരണ സംവിധാനത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അങ്ങനെ, അവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ആയുധങ്ങളും സംവിധാനങ്ങളും അവരുടെ കൈവശത്തിലുണ്ട്. ഏത് തരത്തിലും അവർക്കത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ മാന്യമായ രീതിയിൽ യുദ്ധത്തിൽ നിന്ന് വിരാമം ഉണ്ടാക്കുന്നതാണ് നല്ലത് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്.